My goal for this evening, as we consider the precious word of our Lord together, is to continue with what we discussed this last Sunday. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയത്തെ തുടർന്നുള്ള ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. As I mentioned Sunday, that the last several months, I would say about 7 or 8 months in my life, has been one of a lot of questions, but at the same time, a time when the sweetness of the nearness of God was felt in so many palpable ways. And so these are thoughts that comes out of being at the feet of Christ during that time. കഴിഞ്ഞ 6-7 മാസം പ്രത്യേകമായിട്ട് സഹോദരന്റെ ജീവിതത്തില് അനേക ചോദ്യങ്ങൾ ഇങ്ങനെ ഉയർന്നുകൊണ്ട് വന്നിരുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ അതേസമയം തന്നെ കർത്താവിനോട് അടുത്തിരുന്ന് വളരെ ആസ്വാദ്യകരമായിട്ട് ചെലവഴിക്കാൻ കഴിഞ്ഞ ഒരു കാലഘട്ടവുമായിരുന്നു. And since it was a blessing to me, I thought of when the church asked me to take these classes, I thought maybe this is my experience is what I should share, what I've learned through the precious word of God last several months. കഴിഞ്ഞ അനേക മാസങ്ങളിലൂടെ ദൈവവചനത്തിൽ നിന്ന് വിലയേറിയ ദൈവവചനത്തിൽ നിന്ന് ഗ്രഹിച്ച കാര്യങ്ങള് സഭയുമായിട്ട് പങ്കിടാമെന്ന് സഭ എന്നോട് ഈ ശുശ്രൂഷകൾക്കായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു. And I hope and pray that our good Lord will bless all of us together. I know it will bless me because it will take me back through some of the experiences that I enjoyed. So it is a re-walking through those experiences. So it will certainly help me, and my prayer is that it would help all of my listeners as well. കേൾക്കുന്ന എല്ലാവർക്കും ഇത് അനുഗ്രഹകാരണമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല എന്നെ സംബന്ധിച്ചും കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവത്തിലൂടെ ഒരു തിരിച്ചു നടപ്പിനുള്ള ഒരു അവസരം എന്നുള്ള നിലയ്ക്ക് അനുഗ്രഹകരമായി തീരും എന്നുള്ളതിൽ എനിക്ക് സംശയമില്ല. So let's tarry at the foot of Jesus with expectant hearts, so that you can hear, all of us can hear his voice through his precious word. നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ വളരെ പ്രതീക്ഷയോടുകൂടെ നമുക്ക് ആയിരിക്കാം. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വിലയേറിയ വാക്കുകൾ നമുക്ക് ഈ രാത്രിയിൽ കേൾക്കാനായിട്ട് കഴിയും. What we saw in our first lesson this past Sunday was how wealth and power of this world amount to nothing, and it often leads to depression and defeat. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ഈ ലോകത്തിലെ ധനവും മഹത്വവും ഒക്കെ തന്നെ എങ്ങനെ നമ്മളെ വിജയത്തിൽ എത്താനായിട്ട് സഹായിക്കുന്നില്ല എന്നുള്ളതും മാത്രമല്ല അതൊക്കെ എങ്ങനെ നമ്മളെ നിരാശയിലേക്കും പരാജയത്തിലേക്കും നയിക്കുന്നു എന്നുള്ളതുമാണ്. We also saw that the pursuit of wealth, power, and significance always lead to unhappiness and the zeal to go for more. We're never satisfied. നമ്മള് കണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അധികാരത്തിനും മഹത്വത്തിനും അതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രാധാന്യം ലഭിക്കാനുമായിട്ടൊക്കെയുള്ള നെട്ടോട്ടം നമ്മളെ സംതൃപ്തിയിലും അങ്ങനെയുള്ള കാര്യങ്ങളിലും എത്തിക്കുന്നില്ല, മറിച്ച് അതിനുവേണ്ടിയുള്ള കൂടുതൽ ദാഹവും കൂടുതൽ പ്രശ്നങ്ങളിലും നമ്മളെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. Another thing that we saw that in all that happens around us, God is active, although he may be hidden. നമ്മൾ കണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ചുറ്റും കാണുന്ന കാര്യങ്ങളിലെല്ലാം ദൈവിക സാന്നിധ്യം വളരെ ഉണ്ട്, അതേസമയം തന്നെ അവൻ മറഞ്ഞിരിക്കുന്നവനും ആയിരിക്കാം. God's hand is the one, or God's hands are the ones that orchestrate events all around us, because he is the only one who is sovereign. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കർത്താവിന്റെ കരങ്ങൾ തന്നെയാണ്, കാരണം അവനാണ് ഏക സർവാധികാരി. So recently I read an article by Dr. Michael Norton, who is a Harvard Business School professor. മൈക്കൽ ജോർഡൻ എന്ന് പറയുന്ന ഹാർവർഡ് സ്കൂളിലെ ഒരു പ്രൊഫസർ എഴുതിയ ഒരു ലേഖനം ഈ അടുത്ത കാലത്ത് വായിക്കാനിടയായി. Michael Jordan is the basketball player. This is Michael Norton. മൈക്കൽ നോർട്ടൺ ആണ്.
Yeah. He's a professor at the Harvard Business School, well-reputed school in the world, who has studied the connections between happiness and wealth and concluded after extensive research that it always boils down to two basic questions. അദ്ദേഹം ഹാർവർഡ് ബിസിനസ് സ്കൂൾ എന്ന് പറയുന്ന ലോകപ്രസിദ്ധമായ ആ ഒരു കലാശാലയിലെ പ്രൊഫസറാണ്. അദ്ദേഹം ധനവും അതുപോലുള്ള കാര്യങ്ങളും സന്തോഷവുമായിട്ടുള്ള ബന്ധം വിശകലനം ചെയ്താണ് ആ ലേഖനം എഴുതിയിരിക്കുന്നത്. അത് രണ്ട് കാര്യങ്ങളിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. Two basic questions. രണ്ട് അടിസ്ഥാന ചോദ്യങ്ങളിലാണ് ഉള്ളത്. Question number one is, am I doing better than I was before? ഞാൻ നേരത്തെ ചെയ്തതിനേക്കാളും നന്നായിട്ടാണോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. And the second question is, am I doing better than other people? രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ മറ്റുള്ളവരെക്കാളും നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? These two questions, the way people answer these questions, points to their satisfaction, happiness in amassing wealth and position and power and things like that. ഒരു വ്യക്തി തന്റെ ജീവിതത്തില് പണവും അതുപോലെ സ്വാധീനവും അതുപോലെ അധികാരവും ഒക്കെ കൈയടക്കുമ്പോൾ അവരെ നയിക്കുന്ന രണ്ട് ചിന്താധാരകൾ ഇവയാണ്. But the fact of the matter is, none of these things can actually be measured because there are no standards or benchmarks to measure these things. എന്നാൽ ഈ രണ്ട് ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് അളക്കാൻ കഴിയുന്നവയല്ല. കാരണം അതിന് ഒരു മാനദണ്ഡം, ഇതെങ്ങനെ അളക്കുമെന്നുള്ളതിന് ഒരു മാനദണ്ഡം ഇല്ല തന്നെ. Even if we were to define or design a benchmark, the benchmark will remain fluid and not stable. അഥവാ നമ്മളൊരു മാനദണ്ഡം ഉണ്ടാക്കുകയാണെങ്കിലും ആ മാനദണ്ഡം മാറിക്കൊണ്ടേയിരിക്കും. അതൊരു സ്ഥിരമായ മാനദണ്ഡമായിരിക്കാൻ കഴിയുകയില്ല. It's because when you think you have arrived at your goal that makes you happy, then you quickly realize that you're not happy anymore. Unhappiness sets in soon after you think you have reached the goal. നമ്മൾ ലക്ഷ്യത്തിലെത്തി എന്ന് സന്തോഷിച്ച് ഇരിക്കുന്ന നാഴികയിൽ തന്നെ നമ്മൾ സന്തോഷമില്ലാത്തവരായിട്ട് തീരും. ആ സമയത്ത് നമ്മൾ സന്തോഷമില്ലായ്കയിലേക്ക് വീണുപോകും. So the benchmark was happiness, and the moment you reach the benchmark, you realize there is more to this than just this position we are in. അളവുകൾ അനുസരിച്ചുള്ള ആ സ്ഥലത്ത് നമ്മൾ എത്തിക്കഴിയുമ്പോൾ അത്രയും പോരാ എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കും. Because there will always be more people with more money than one's original goal. There are more attractive people out there than all the attractiveness that money can buy for people. നമ്മൾ ആ ഒരു നിലവാരത്തിലെത്തുമ്പോൾ അതിനേക്കാളും ധനപരമായിട്ടും മറ്റുള്ള കാര്യങ്ങളിലും മുൻപിൽ നിൽക്കുന്നവർ കാണും. ആ പണം കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും നേടാവുന്ന മറ്റു പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ള തോന്നല് നമ്മളിൽ ഉണ്ടാകും. Celebrities who spend thousands and thousands and millions of dollars in doing plastic surgery and other things, they end up continuously doing plastic surgery because after the first surgery, a few weeks later, they feel that they didn't get the look that they want, so they go back and do the surgery over and over and over again. പ്ലാസ്റ്റിക് സർജറി പോലെ രൂപഭംഗി വരുത്താനുള്ള ശസ്ത്രക്രിയകൾ നടത്തുന്നവർ പലപ്പോഴും ഒരു സർജറി നടത്തി ഒരു രൂപത്തിലെത്തിയ ശേഷം അതും പോരാ എന്നുള്ള വിധത്തില് പിന്നാലെ പുറകെ കൂടുതൽ ശസ്ത്രക്രിയകൾ നടത്തുന്നതായിട്ട് കാണാൻ കഴിയും. Dr. Norton and his colleagues interviewed 2,000 plus people who had a net worth of at least $1 million to find out why they were unhappy. നോർട്ടനും കൂടെയുള്ളവരും ഏകദേശം 2000 പേരെ അവർ ഓരോരുത്തരും 7 തൊട്ട് 8 കോടി വരെ ആസ്തിയുള്ളവരായിരുന്നു. അവരെ സംബന്ധിച്ച് ആണ് നോർട്ടനും കൂട്ടുകാരും പഠിച്ചത്. He asked each of them how happy they were and to rate themselves on a scale of 1 to 10, with 10 being the most happiest. അവരോടെല്ലാം അദ്ദേഹം ചോദിച്ചു അവരുടെ സന്തോഷം എങ്ങനെയുണ്ടെന്ന് അടയാളപ്പെടുത്താനായിട്ട്.
അതിനായിട്ട് 1 മുതൽ 10 വരെയുള്ള ഒരു സ്കെയിലാണ് കൊടുത്തത്. 10 ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള അവസ്ഥയെ കാണിക്കുന്നത്. And many of them, it was more of a bell curve. Many of them didn't rate themselves being at 10, which is being most happy. ഒരു ബെല്ലിന്റെ ഷേപ്പിലുള്ള ഒരു റിസൾട്ട് ആണ് ഒരു ഗ്രാഫായിട്ട് വരയ്ക്കുമ്പോൾ കിട്ടുന്നത്. അനേകരും 10 അവർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതായിട്ട് രേഖപ്പെടുത്തുന്നില്ല. So he also asked them how much money they would need to get to a perfect score of 10. അവരോട് അദ്ദേഹം മറ്റൊരു ചോദ്യം കൂടെ ചോദിച്ചു. ഏറ്റവും കൂടുതൽ സന്തോഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന 10 മാർക്ക് നേടണമെങ്കിൽ എത്രയധികം കൂടുതൽ പണം ആവശ്യമുണ്ട് എന്ന്. Dr. Norton described the results like this: all the way up the income and wealth spectrum, from the lowest of his group to the highest wealth of his group. Basically, everyone says they need 2 or 3 times as much money to be perfectly happy. അദ്ദേഹം വിശകലനം ചെയ്ത ആൾക്കാരെ ഏറ്റവും ധനം കുറവുള്ളവർ തൊട്ട് കൂടുതലുള്ളവർ വരെ, അല്ലെ സന്തോഷം കുറവുള്ളവർ തൊട്ട് കൂടുതലുള്ളവർ വരെയും ഒക്കെ പറഞ്ഞ ഒരു കാര്യം, ഇപ്പോഴവർക്കുള്ള പണത്തിന്റെ ഒരു 3 ഇരട്ടി എങ്കിലും ലഭിക്കണം എന്നുള്ളതായിരുന്നു. Basically what happens is that at each stage they will find themselves unhappy, and then they continue to pursue to make 2 or 3 times more. ഓരോ നിലവാരത്തിലെത്തുമ്പോഴും അവര് അസംതൃപ്തരായി തീരുകയും കൂടുതൽ പണം ഉണ്ടാക്കാനായിട്ട് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. We all know that Solomon, who had it all in his life, wealth and power and all that anyone need, he says like this in Ecclesiastes chapter 5 and verse 10: he who loves money will not be satisfied with money, nor he who loves wealth with his income. This is also vanity. ശലോമോൻ രാജാവ് സഭാപ്രസംഗി 5:10 ഇങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹം ലോകത്തില് ലഭിക്കാവുന്നതെല്ലാം സാധിച്ചെടുത്ത ആളാണല്ലോ. അദ്ദേഹം പറയുന്നത് പണവും അതുപോലെ സമ്പത്തും ഒക്കെ തന്നെ മായയാണ് എന്നാണ്. He goes on to say in verse 11, when good things increase, the ones who consume them multiply. What then? Go ahead. അദ്ദേഹം പറയുന്നുണ്ട്, ജീവിതത്തില് നല്ല കാര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ അത് ആസ്വദിക്കാനുള്ള ആളുകളുടെ എണ്ണവും വർദ്ധിക്കുന്നു എന്ന്. So then he asks the question, what then is the profit to the owner except to gaze at them with his eyes? അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്, ഇതെല്ലാം സമ്പാദിക്കുന്ന ആളുടെ നേട്ടം എന്താണ്? ഇതൊക്കെ കണ്ടിരിക്കാം എന്നുള്ളതല്ലാതെ. Then he goes on to further illustrate who gets a sleep, a peaceful sleep or restful sleep. And he says in verse 12, the sleep of the laborer is sweet, whether he eats little or much, but the abundance of the rich permits him no sleep. അവസാനം 12-ാം വാക്യത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, ഏറ്റവും സുഖമായിട്ട് ഉറങ്ങാൻ കഴിയുന്നത് വേലക്കാരനാണ്. അവൻ അല്പമാണെങ്കിലും അധികമാണെങ്കിലും ഭക്ഷിച്ച് അവന് സുഖമായിട്ട് ഉറങ്ങാൻ കഴിയുന്നു. ധനവാന് അതേസമയം തന്നെ ഉറങ്ങാനായിട്ട് കഴിയുന്നില്ല എന്ന്. I'm saying all of this to set up our discussion in Esther chapter 2, where we see that the pursuit of happiness through worldly means leads Esther and Mordecai down a wrong path, and they miss the hand of God in the whole process. എസ്തറിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ വെളിച്ചത്തില് പണവും അതുപോലുള്ള പ്രശസ്തിയും ഒക്കെ കൂടുതൽ നേടാൻ കഴിയുന്നത് എസ്തർ ആൻഡ് മൊർദെഖായി, എസ്തറിനെയും മൊർദെഖായിയെയും സംബന്ധിച്ച് അവര് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ചെന്നെത്തുവാനായിട്ടാണ് ഇടയാക്കിയത്. We will look at 4 different and distinct compromises they made in their faith journey in this section, and how that affected, and even though they made the compromises, how God of all mercy brings the story back together. എസ്തറിനെയും മൊർദെഖായിയെയും സംബന്ധിച്ച് അവര് കാര്യങ്ങളോട് കോംപ്രമൈസ് ചെയ്ത, അല്ലെങ്കിൽ ഒരു സന്ധി ചെയ്ത ഒരു 4 കാര്യങ്ങള് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും, അവര് അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും ദൈവം തന്റെ കൃപയിൽ തന്റെ പദ്ധതിയിലേക്ക് അവരെ എങ്ങനെ തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതും നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം.
So I'm going to title this point only one point to discuss today. The title of that point is "Compromises Expose Our Fallenness, but it is also an opportunity to see God's faithfulness." ഞാൻ ഇതിന് ആകെപ്പാടെ ഒരു പേര് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ നമ്മള് സന്ധി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ എങ്ങനെ പ്രശ്നത്തിലാക്കുന്നു എന്നും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലും ദൈവത്തിന്റെ കരങ്ങൾ എങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നു എന്നുള്ളതുമാണ്. So here in Esther chapter 2, we are presented with a dejected, depressed king who thought he had it all and that he can impress everyone around him with his wealth and power. But he finally sits down and begins to reflect. നമ്മൾ രണ്ടാം അധ്യായത്തിൽ കാണുന്നത് അന്നത്തെ രാജാവായിട്ടുള്ള അഹശ്വേരോശ താന് ജീവിതത്തിലെ പണവും അധികാരവും ഒക്കെ ധാരാളം പ്രാപിച്ചുവെങ്കിലും താൻ വളരെ ദുഃഖിതനായിട്ട് ഇരിക്കുന്ന കാര്യത്തെ കുറിച്ചാണ്. The chapter starts off by saying, sometime later, when King Ahasuerus' rage had cooled down, he remembered Vashti and what she had done and what was decided against her. രണ്ടാം അധ്യായത്തിന്റെ 1-ാം വാക്യം തന്നെ ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. അതിന്റെ ശേഷം അഹശ്വേരോശ് രാജാവിന്റെ ക്രോധം ശമിച്ചപ്പോൾ അവൻ വസ്തിയെയും അവൾ ചെയ്തതിനെയും അവളെ കുറിച്ച് കൽപ്പിച്ച വിധിയെയും ഓർത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ്. There is a moment of reflection that he is going through. Remember, sometime later means about 3 years of war with Greece, and having defeated, he retreated back to his palace in Susa. ഈ അല്പകാലത്തിന് ശേഷം എന്ന് പറയുന്നത് ഏകദേശം 3 വർഷത്തിന് ശേഷമാണ്. അതിന് ഇടയ്ക്കുള്ള കാലത്ത് താന് യുദ്ധത്തില് ഗ്രീസില് പരാജയപ്പെടുകയും പരാജിതനായിട്ട് തിരിച്ച് തന്റെ രാജധാനിയായ ശൂഷനിൽ തിരിച്ചെത്തുകയും ചെയ്ത ശേഷം താൻ തന്റെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്തുന്നതാണ് നമ്മൾ കാണുന്നത്. His rage was cooled down and he was sitting and thinking, looking at the void in his life. No queen, no victory, everything that he had hoped for wasn't there. അവന് തന്റെ ക്രോധമൊക്കെ ശമിച്ചപ്പോഴ് ഇരുന്ന് തന്റെ തന്നെ ജീവിതത്തെ കുറിച്ച് പരിശോധിക്കുകയാണ്. ഇതാ ഇപ്പോൾ രാജ്ഞിയില്ല, വിജയം ഉണ്ടായില്ല, തനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു. അവന് തന്റെ ജീവിതത്തെ തന്നെ ഒന്ന് പുനഃപരിശോധിക്കുകയാണ്. So the attendants who were in his court came up with a solution. അവന്റെ സേവകര് അപ്പോഴ് അതിനൊരു പരിഹാര മാർഗവുമായിട്ട് എത്തിയിരിക്കുകയാണ്. And they thought, if only the king would have someone in place of the former queen, it will bring him happiness. അവര് ചിന്തിച്ചത് വസ്തിക്ക് പകരമായിട്ട് വേറൊരു രാജ്ഞിയെ കണ്ടെത്തിയാൽ രാജാവിന്റെ ദുഃഖത്തിന് അറുതി വരുത്താം എന്നുള്ളതാണ്. But the irony here is he already had hundreds of women in his harem. അവന്റെ അന്തഃപുരത്തില് നൂറുകണക്കിന് സ്ത്രീകളുണ്ട് എങ്കിലും any of those women could have been for him, but none of that was satisfying for him. These attendants said, we need to go get 1,000 new virgins from across the country. Maybe one of them will satisfy and make the king happy. അന്തഃപുരത്തിലുള്ള നൂറുകണക്കിന് ആളുകളെ തന്നെ തൃപ്തിപ്പെടുത്തുന്നില്ല എന്ന് മനസ്സിലായപ്പോഴ് ഈ സേവകര് പറയുന്നത്, നമുക്ക് ആയിരക്കണക്കിന് ആളുകളെ യുവതികളെ ശേഖരിച്ചു കൊണ്ടുവരാം, ഒരു പക്ഷെങ്കില് അവരിൽ ആരെങ്കിലും അദ്ദേഹത്തിന് സംതൃപ്തി ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കഴിയും എന്നാണ്. And they proposes this to the king, and the king accepts this recommendation, and the search for the replacement of Queen Vashti began in earnest. അവരുടെ ഈ നിർദ്ദേശം രാജാവ് അംഗീകരിക്കുകയും ആ ഒരു രാജ്ഞിയെ കണ്ടെത്താനുള്ള ആ ഒരു തേടല് അവർ ആരംഭിക്കുകയും ചെയ്യുകയാണ്. So now the plot in the story changes. It's very clear as you read through the whole story. The plot changes at this point. ഈ രംഗത്തിലാണ് വാസ്തവത്തില് കഥാതന്തുവിന് വ്യതിയാനം വരുന്നത്. The scene changes, or if you're watching it as a movie, the scene changes, the music changes, the ambience changes, the light changes, and the spectators would know, or the readers would know, something major is going to happen. ഒരു മൂവിയുടെ ഉദാഹരണം അനുസരിച്ച് പറഞ്ഞാൽ സീന് ചേഞ്ച് ചെയ്യുന്നു, പ്രകാശത്തിന്റെ വ്യത്യാസമൊക്കെ വരുന്നു, രംഗത്തിന് വ്യത്യാസം വരുന്നു, ആളുകൾ വ്യത്യാസം വരുന്നു, അങ്ങനെ
ആകപ്പാടെ ഒരു വ്യത്യാസം, എന്തോ വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നു എന്നൊരു പ്രതീക്ഷ ജനിപ്പിക്കുമാറ്. And if we were looking through a camera of a cameraman, the camera now pans wide and shows a man pacing back and forth in front of the fortress in Susa. ക്യാമറയിലൂടെ വൈഡ് ആംഗിളിൽ നോക്കിയാല് അനേകരെ ഇങ്ങനെ പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് ആ ക്യാമറയുടെ കണ്ണിലൂടെ കാണാനായിട്ട് കഴിയുന്നത്. The author introduces Mordecai in the story for the first time. ഈ അധ്യായത്തിലാണ് മൊർദെഖായിയെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. And along with Mordecai, Esther is being introduced as well. അതുപോലെ തന്നെ എസ്തറിനെയും നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഈ അധ്യായത്തിലാണ്. Let's look at verse 5 through 7. Go ahead. നമുക്ക് എസ്തറിന്റെ പുസ്തകം 2:5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. എന്നാൽ ശൂഷൻ രാജധാനിയിൽ ബെന്യാമീനായ കീശിന്റെ മകനായ ശിമയുടെ മകനായ യായീരിന്റെ മകൻ മൊർദെഖായി എന്നു പേരുള്ള ഒരു യഹൂദൻ ഉണ്ടായിരുന്നു. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയ യഹൂദ രാജാവായ യോഖന്യാവോട് കൂടി കൊണ്ടുപോയിരുന്ന പ്രവാസികളുടെ കൂട്ടത്തിൽ അവനെയും യെരുശലേമിൽ നിന്ന് കൊണ്ടുപോയിരുന്നു. അവൻ തന്റെ ചിറ്റപ്പന്റെ മകളായ എസ്തർ എന്ന ഹദസയ്ക്ക് അമ്മയപ്പന്മാർ ഇല്ലായക കൊണ്ട് അവളെ വളർത്തിയിരുന്നു. ഈ യുവതി രൂപവതിയും സുമുഖിയും ആയിരുന്നു. അവളുടെ അപ്പനും അമ്മയും മരിച്ച ശേഷം മൊർദെഖായി അവളെ തനിക്ക് മകളായിട്ട് എടുത്തു. So it appears that Mordecai was employed by the king. He seems to have been working at the fortress, maybe a part of the security group or something. ഒരുപക്ഷെ ഈ ഭാഗം വായിക്കുമ്പോൾ മൊർദെഖായി രാജാവിന്റെ ഒരു ജോലിക്കാരനാണെന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഒരു പക്ഷെങ്കില് തന്റെ കൊട്ടാരത്തിലെ സെക്യൂരിറ്റി ജോലി ചെയ്തിരുന്ന ആളായിരുന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. The author goes on and identifies this person's ethnicity. He was a Jew. He was a Jew named Mordecai, a Benjamite. ഇവന് ഏത് കുലത്തിൽ നിന്ന് വന്നാണെന്നുള്ള വിശദ കാര്യങ്ങളൊക്കെ എഴുത്തുകാരൻ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ബെന്യാമീന്യനായ കീശിന്റെ മകനായ മൊർദെഖായി. It is done with purpose, in my opinion. ഇത് എന്റെ അഭിപ്രായം അനുസരിച്ച് ഒരു ലക്ഷ്യത്തോടുകൂടെ തന്നെയാണ് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. So apparently he was among the ones who stayed back and chose not to return to Jerusalem when King Cyrus decreed about 40 years ago, before this account, that Jews could go back and rebuild the wall and the temple, as we read in Ezra and Nehemiah. നമ്മൾക്ക് ഇതിൽ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ മൊർദെഖായിയും കൂട്ടരും ഒരു പക്ഷെങ്കില് കോരേശ് രാജാവ് ഏകദേശം 40 വർഷം മുമ്പേ ഇസ്രായേൽ മക്കൾക്ക് തിരിച്ചു പോകാൻ അനുവാദം കൊടുത്തപ്പോഴ് പോകാതെ ശൂഷൻ രാജധാനിയിൽ തന്നെ തങ്ങിയ ഒരാളായിരുന്നിരിക്കണം. ഇതിനെക്കുറിച്ചുള്ള ചരിത്രങ്ങള് എസ്രയേലിലും നെഹമ്യാവിലും നമുക്ക് വായിക്കാനായിട്ട് കഴിയുമല്ലോ. Many in the Jewish community got acclimated to the lifestyle in the foreign land under captivity, and they have done well for themselves. ഈ യഹൂദരായിട്ടുള്ള ഈ ബാബേലിലേക്ക് വന്ന പലരും അവരുടെ ആ താമസ സ്ഥലവുമായിട്ടും സാഹചര്യങ്ങളുമായിട്ട് ഇണങ്ങിച്ചേരുകയും അവരിൽ പലരും വളരെ പ്രബലരായി തീരുകയൊക്കെ ചെയ്തു കാണും. And I think it's because Jeremiah, we read in the book of Jeremiah, chapter 29, verses 4 through 7, Jeremiah had told them that they should be for the welfare of the seek the welfare of the city, and that they should live for the time that God had allotted them to stay there. ഒരു പക്ഷെങ്കില് യിരെമ്യാ പ്രവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് 29:4 തൊട്ട് 7 വരെയുള്ള ഭാഗങ്ങളില് യിരെമ്യാ പ്രവാചകൻ അവരോട് പറയുകയാണ്, അവരുടെ അവിടുത്തെ താമസം ബാബേലിലെ താമസം നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ ദേശത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാനൊക്കെ പ്രവാചകൻ അവരോട് ആവശ്യപ്പെടുന്നുണ്ട്. Maybe Vivin brother, if you could read that, Jeremiah 29 verse 4 through 7. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ താൻ യെരൂശലേമിൽ നിന്ന് ബാബേലിലേക്ക് പിടിച്ചു കൊണ്ടുപോകുമാറാക്കിയ സകല ബദ്ധന്മാരോടും ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ വീടുകളെ പണിത് പാർപ്പിൻ, തോട്ടങ്ങളെ ഉണ്ടാക്കി ഫലം അനുഭവിപ്പിൻ, ഭാര്യമാരെ പരിഗ്രഹിച്ച് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിപ്പിൻ. നിങ്ങൾ അവിടെ കുറഞ്ഞു പോകാതെ പെരുകേണ്ടതിന് പുത്രന്മാർക്ക് ഭാര്യമാരെ എടുക്കുകയും പുത്രിമാരെ പുരുഷന്മാർക്ക് കൊടുക്കുകയും ചെയ്യുവിൻ. അവരും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കട്ടെ. ഞാൻ നിങ്ങളെ ബദ്ധരായി കൊണ്ടുപോകുമാറാക്കിയ പട്ടണത്തിന്റെ നന്മ അന്വേഷിച്ച്
അതിനുവേണ്ടി യഹോവയോട് പ്രാർത്ഥിപ്പിൻ. അതിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്കും നന്മ ഉണ്ടാകും. So the time of captivity was a predetermined time, and Jeremiah advises them to advises these folks to be agents of peace in the city that they were deported to. ഇവർക്ക് ഉണ്ടാകാൻ പോകുന്ന പരദേശവാസം വളരെ നിശ്ചിതമായ ഒരു കാലഘട്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇരമ്യാ പ്രവാചകൻ അവരോട് പറയുകയാണ്, ആ സ്ഥലത്ത് നിങ്ങൾ അവിടെ സ്ഥിരതാമസമാക്കി ആ ദേശത്തിന് വേണ്ടി പ്രവർത്തിച്ച് നന്മ പ്രാപിക്കാനായിട്ട്. And we all know the call to Israel was, as we read in chapter 60 of Isaiah, that they are to rise up and shine, and they are to be a light to the Gentile and the lamp to the nations. യെശയ്യാപ്രവചനം 60 നമ്മൾ വായിക്കുന്നത് പോലെ ഇസ്രായേലിന്റെ വിളി എന്ന് പറയുന്നത് അവര് ദേശത്തിന് ഒരു വെളിച്ചമായിട്ട് തിളങ്ങുക എന്നുള്ളതായിരുന്നു. So if God had taken you there, you should continue to live a life and be agents of peace for that place, and through such life be the light of that city. നിങ്ങളെ ആ ദേശത്തേക്ക് ദൈവം അയച്ചിരിക്കുന്നുവെങ്കിൽ ആ ദേശത്ത് ഒരു വെളിച്ചത്തിന്റെ സ്രോതസ്സായിട്ടിരിക്കുക, ഒരു അനുഗ്രഹ സ്രോതസ്സായിട്ടിരിക്കുക. അവിടെ ആ സിറ്റി, ആ പട്ടണത്തിലുള്ളവർക്ക് ഒരു മാർഗനിർദ്ദേശികളായിട്ട് തീരുക. Jeremiah also reminded them the reason why they are in exile is because of their disobedience to God. മാത്രമല്ല യിരെമ്യാ പ്രവാചകൻ അവരോട് പറയുന്നുണ്ട്, അവർക്ക് ഈ പരദേശവാസം കിട്ടിയതിന്റെ കാരണവും അവരുടെ ദൈവത്തോടുള്ള അനുസരണക്കേട് മൂലമാണ്. And during, again, to reiterate the point, during their time of captivity, they are to be a very redemptive group of people, showing light to those who are in darkness. എന്ന് പറഞ്ഞാല് അവരുടെ പ്രവാസകാലത്തും അവര് ഒരു രക്ഷിത ഗണമായിട്ട് ആ ദേശത്തുള്ളവർക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരായിരുന്നു. But it was also implied that when it was time to return, they were to return. എന്നാൽ അവര് മടങ്ങിപ്പോകേണ്ട സമയത്ത് അവര് മടങ്ങിപ്പോകാനുള്ള ഉത്തരവാദിത്വവും അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. But Mordecai and many others decided to stay back. എന്നാൽ മൊർദെഖായും മറ്റു പലരും മടങ്ങിപ്പോകുന്നതിന് വരെ അവിടെ തുടരാനായിട്ട് തീരുമാനിച്ചിരിക്കണം. So that's compromise number one. അതാണ് അവര് സാഹചര്യത്തോട് സന്ധി ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം. Mordecai and his extended family stayed back. It was a personal choice, a compromise. മൊർദെഖായും കുടുംബവും അവിടെ തന്നെ തങ്ങുകയാണ്. അത് അവരുടെ ഒരു കുടുംബത്തിൻ്റെതായ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. അത് അവര് ആ ദേശത്തോട് സന്ധി ചെയ്യുന്ന ഒന്നാമത്തെ കാര്യമായിട്ടിരിക്കുന്നു. Life was not too bad under the Persians. Return to the promised land meant uncertainty and hardship, and they were not willing to take it. അവരെ സംബന്ധിച്ച് അവിടുത്തെ വാസം വളരെ സുഖകരമായിരുന്നു. എന്നാൽ മടങ്ങി അവരുടെ സ്വന്തം ദേശത്തേക്ക് പോകുക എന്ന് പറയുന്നത് വെല്ലുവിളികൾ ഉൾക്കൊണ്ട ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് അവർ അവിടെ തന്നെ താമസിക്കാനായിട്ട് തീരുമാനിച്ചു. There is a very important principle the Spirit of God wanted to teach us with this first compromise that Mordecai and his family made. അവര് അവരുടെ ജീവിതത്തില് ആത്മീയമായിട്ട് ചെയ്യുന്ന ഒരു സന്ധി അല്ലെങ്കിൽ ഒരു കോംപ്രമൈസിനെ കുറിച്ച് ദൈവാത്മാവിന് നമ്മളെ പഠിപ്പിക്കാനായിട്ട് ഇഷ്ടമുള്ള ഒരു കാര്യമായിട്ട് അതിരിക്കുന്നു. The question is, how will God's people choose to live in a foreign culture, keeping their faith while trying to be successful in that foreign culture? ആ ചോദ്യം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ജനം ഒരു പ്രവാസ സ്ഥലത്ത് എങ്ങനെ തങ്ങളുടെ സാക്ഷ്യം പുലർത്തിക്കൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് വിജയകരമായിട്ട് ജീവിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. The author continues to develop this by even the meaning of the names of Mordecai and Esther. മൊർദെഖായി എസ്തേറും എന്നുള്ള വ്യക്തികളുടെ പേരിന്റെ അർത്ഥം കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ട് ലേഖകന്റെ ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. We will look into it in a little bit. അത് നമ്മള് കുറച്ച് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിയും. And the author goes on to introduce Esther at this point, and Mordecai may have chosen to stay back for various reasons as we read about Esther. എസ്തറിനെ കുറിച്ച് വായിക്കുമ്പോൾ മൊർദെഖായി അവിടെ താമസിച്ചതിന് അദ്ദേഹത്തിന്
എസ്തറിനെ സംബന്ധിച്ച ചില നിർണയങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം എന്ന് ചിന്തിക്കാൻ കഴിയും. Because it's difficult when children are involved. Mordecai was taking care of Esther as his own daughter because Esther's parents have died. കുഞ്ഞുങ്ങള് ഉൾപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് എസ്തറിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ മൊർദെഖായി അവളെ തന്റെ മകനെ പോലെ ഏറ്റെടുത്താണ് എസ്തറിന്റെ മാതാപിതാക്കൾ മരിച്ചപ്പോൾ. So verse 7 says Mordecai was the legal guardian of his cousin Hadassah, that is Esther, because she had no father or mother. The young woman had a beautiful figure and extremely good looking. When her father and mother died, Mordecai had adopted her as his own daughter. 7-ാം വാക്യത്തില് എസ്തർ 2:7 നമ്മളിത് വായിക്കുന്നുണ്ട്. അവൻ തന്റെ ചിറ്റപ്പന്റെ മകളായ എസ്തർ എന്ന ഹദസ്സയ്ക്ക് അമ്മയപ്പന്മാരില്ലായകൊണ്ട് അവളെ വളർത്തിയിരുന്നു. ഈ യുവതി രൂപവതിയും സുമുഖിയും ആയിരുന്നു. അവളുടെ അപ്പനും അമ്മയും മരിച്ച ശേഷം മൊർദെഖായി അവളെ തനിക്ക് മകളായിട്ട് എടുത്തു. It's very interesting to notice that both the name Mordecai and the two names of the young lady Esther both had a Hebrew and Persian meanings to it. മൊർദെഖായി എന്ന പേരിനും അതുപോലെ തന്നെ എസ്തറിനും എസ്തറിന്റെ മറുപേരിനും ഒരു എബ്രായ അർത്ഥവും അതുപോലെ തന്നെ പേർഷ്യൻ ഭാഷയിലുള്ള അർത്ഥവും ഉണ്ടായിരുന്നു. So for looking at Mordecai, the first part, more, could be mar, meaning bitter. We all know what mara is. So more is a derivative of mar, being bitter. And the second part of his name has come from the word dak, Mordecai, means crushed or oppressed. മൊർദെഖായി എന്നുള്ള പേരിന്റെ ആദ്യത്തെ ഭാഗം മാറ എന്ന മോർ എന്നുള്ള പദത്തിൽ നിന്ന് ഉള്ള ഒരു വരുതാണ്. കയ്പ് എന്നുള്ള അർത്ഥമാണ് മൊർദെഖായിയുടെ പേരിന്റെ ആദ്യ പകുതിക്കുള്ളത്. ഖായി എന്നുള്ള രണ്ടാമത്തെ ഭാഗത്തിന്റെ അർത്ഥം തകർക്കപ്പെട്ടവൻ എന്നുള്ളതാണ്. So his Hebrew meaning of his name is that bitterly oppressed is the meaning of his name. അവന്റെ എബ്രായ ഭാഷയിലുള്ള അവന്റെ പേരിന്റെ അർത്ഥം എന്ന് പറയുന്നത് വളരെ കയ്പ് വരത്തക്ക വിധത്തില് തകർക്കപ്പെട്ടവൻ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടവൻ എന്നുള്ളതാണ്. When we look at the Persian meaning of his name, നമ്മള് അദ്ദേഹത്തിന്റെ പേർഷ്യൻ ഭാഷയിലുള്ള പേരിന്റെ വാക്കിന്റെ അർത്ഥം നോക്കുമ്പോൾ there was a god whose name was Marduk, and his name means servant of Marduk. മാർഡൂക്ക് എന്ന് പറഞ്ഞ അവരുടെ ഒരു ദേവൻ ഉണ്ടായിരുന്നു. ആ ദേവന്റെ പേരുമായിട്ട് ബന്ധമുള്ള പേരായിരുന്നു മൊർദെഖായിയുടെ. മാർഡൂക്കിന്റെ അല്ലെങ്കിൽ ആ ദേവന്റെ ദാസൻ എന്നുള്ള അർത്ഥമാണ് അതിന് വരുന്നത്. So look at the dichotomy. In the Hebrew sense, they were under captivity, so it was a bitterly oppressive, very difficult type of a situation. At the same time, they are in the land of Babylon in Persia, and they are serving foreign gods. ആ പേര് തന്നെ ശ്രദ്ധിച്ചാല് ഒരു വശത്ത് ആ എബ്രായ വീക്ഷണകോണിൽ നോക്കുമ്പോൾ വളരെ കയ്പ് നിറഞ്ഞ ഒരു അടിമത്തത്തിന്റെ കാലഘട്ടമാണ്. അതേ സമയത്ത് പേർഷ്യൻ ഭാഷയുടെ ആ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവര് പേർഷ്യൻ ഭൂമിയില് അടിമകളായിട്ട് പാർക്കുന്ന അവസ്ഥയാണ്. This is the tension that anyone who lives in a culture that does not honor God, any believer who lives in a culture that does not honor God, they go through this kind of a dichotomy. Being oppressed, in order to share faith, it is difficult, but at the same time, they are placed under the expectations of that foreign culture. ഈ ഒരു വൈരുദ്ധ്യം ഏതൊരു വിശ്വാസിയും അനുകൂലമല്ലാത്ത ഒരു സമൂഹത്തില് അല്ലെങ്കിൽ സംസ്കാരത്തില് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഇത് രണ്ടും കൂടെ സമതുലിതമാക്കി കൊണ്ടുപോകുന്ന ആ ഒരു വെല്ലുവിളി ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. So here in Mordecai's situation, it could be that Mordecai's parents named him for the bitter and oppressive aspect of the exile, and may have compromised to dedicate him to the Babylonian deity by naming him both
a name that has both aspects of the meanings. മൊർദെഖായിയുടെ മാതാപിതാക്കള് അവന്റെ അല്ലെങ്കിൽ ഇസ്രയേലിയരുടെ അന്നത്തെ അടിമത്തത്തിന്റെ കയ്പ് നിറഞ്ഞ അവസ്ഥ വരത്തക്ക വിധത്തില് എബ്രായ അർത്ഥമുള്ള ഒരു പേര് അവന് കൊടുത്തു കാണണം. അതേസമയം തന്നെ ഒരു സന്ധി ചെയ്യൽ എന്നുള്ള നിലയ്ക്ക് അവന് ഒരു ബാബിലോന്യ ദേവന്റെ പേരും കൊടുത്തു കാണണം. So in that type of a situation, a compromise can be seen as the easy way out. അങ്ങനെ ഒരു സാഹചര്യത്തില് ഒരു ഒത്തുതീർപ്പ് അല്ലെങ്കിൽ സന്ധി ചെയ്യല് വളരെ ഒരു എളുപ്പമുള്ള പോംവഴിയായിട്ട് കാണാനുള്ള സാധ്യതയുണ്ട്. They compromised by assimilating to the culture, but we also know that that is not the preferred way of existing in a foreign culture. ആയിരിക്കുന്ന സംസ്കാരത്തോട് താതാത്മ്യം പ്രാപിച്ച് അല്ലെങ്കിൽ ഒത്തുതീർപ്പിലായിട്ട് പോവുക എന്നുള്ള ഒരു രീതിയാണത്. എന്നാൽ വിശ്വാസികളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അതല്ല. We see in the book of Daniel and his friends was in the same situation, but they stood the ground and did not assimilate to the culture that they were taken to. എന്നാൽ നമ്മൾ ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവരും സമാനമായ ഒരു സാഹചര്യത്തിലായിരുന്നു. പക്ഷേ അവര് ആ സംസ്കാരത്തോട് ഒട്ടും ഒത്തുതീർപ്പിന് പോകുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. Now let's look at the two names of Esther. നമുക്ക് ഇപ്പോഴ് എസ്തറിന്റെ രണ്ട് പേരുകളിലേക്ക് വരാം. The author once again brings out the tension when he mentions both of these names for Esther, one Jewish and the other one Persian. എസ്തറിനുള്ള ഒരു യഹൂദ നാമവും അതുപോലെ ഒരു പേർഷ്യൻ നാമവും നൽകുന്നത് വഴി അവളുടെ ജീവിതത്തിലുള്ള ആ സമ്മർദ്ദം വെളിപ്പെടുത്തുന്നുണ്ട് ഇതിന്റെ ലേഖനകാരൻ. So the Jewish name was Hadassah. അവിടെ യഹൂദ പേര് ഹദസ എന്നായിരുന്നു. And it was derived from a Hebrew word hadas, meaning a myrtle tree. Myrtle tree is a kind of tree that has a full of bloom and has a pleasant fragrance. മെർട്ടിൽ മരം എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ലഭ്യമായ ഒരു മരത്തിന്റെ പേരിൽ നിന്ന് ഉടലെടുത്ത ഒരു പേരാണ്. അത് വളരെ നല്ല പുഷ്പങ്ങളുള്ളതും വളരെ സുഗന്ധം പരത്തുന്നതുമായ ഒരു ചെടിയാണ്. But there is something special about the myrtle tree. എന്നാൽ ഈ മെർട്ടിൽ മരം എന്ന് പറയുന്ന മരത്തിന് ഒരു വളരെ പ്രത്യേകത ചിലതുണ്ട്. Let's look at Zechariah chapter 1 and verse 8. നമുക്ക് സെക്കറിയാ പ്രവചനം 1:8 പോകാം. സെക്കറിയാവ് 1:8. It will extend the meaning of what myrtle is all about. ഈ മെർട്ടിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് ആ വാക്യം ശരിക്ക് പുറത്തു കൊണ്ടുവരുന്നുണ്ട്. Can you read that for me? യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായതെന്നാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മഹാതീഷ്ണതയോടെ സിയോന് വേണ്ടി എരിയുന്നു, ഞാൻ അതിനുവേണ്ടി മഹാക്രോധത്തോടെ എരിയുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ സിയോനിലേക്ക് മടങ്ങി വന്ന് യെരുശലേമിന്റെ മധ്യേ വസിക്കും. യെരുശലേമിന് സത്യനഗരം എന്നും സൈന്യങ്ങളുടെ യഹോവയുടെ പർവ്വതത്തിന് വിശുദ്ധ പർവ്വതം എന്നും പേർ പറയും. Let me check that verse once again here. Just give me just a minute. Zechariah 1:8. Zechariah 1:8. ഞാൻ രാത്രിയിൽ ചുവന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവൻ ചോലയിലെ കൊഴുന്തുകളുടെ ഇടയിൽ നിന്നു. അവന്റെ പിമ്പിൽ ചുവപ്പും കുരാൽ നിറവും വെണ്മയും ഉള്ള കുതിരകൾ ഉണ്ടായിരുന്നു. യജമാനെ, ഇവർ ആരാകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് എന്നോട് സംസാരിക്കുന്ന ദൂതൻ, ഇവർ ആരെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് എന്നോട് പറഞ്ഞു. I saw at night, and behold, a man was riding on a red horse, and he was standing among the myrtle trees which were in the ravine. 1:8 കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന ആ ചുവന്ന കുതിരയെ കുറിച്ചുള്ള പറയുന്ന ഭാഗത്ത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മെർട്ടിൽ ട്രീ തന്നെയാണ്, കൊഴുന്തുകൾ. It was the angel of God who was standing amongst the myrtle tree, and then
explaining how he was going to protect Jerusalem. അവിടെ നമ്മൾ കാണുന്നത് ഈ മിർട്ടിൽ ട്രീ അല്ലെങ്കിൽ കൊഴുന്തുകളുടെ ഇടയ്ക്ക് യഹോവയുടെ ദൂതൻ നിന്ന് യെരുശലേമിനെ എങ്ങനെയാണ് ദൈവം സഹായിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ വിവരിക്കുകയാണ്. In the Jewish tradition, in their Mishnah or the Jewish preaching by rabbis, they see this as God standing amongst the various Jewish teachers and the leaders and talking to them about the protection that he offers. യഹൂദ എഴുത്തുകാരുടെ പ്രസംഗ ഗ്രന്ഥമായ മിഷ്നയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ യഹൂദ പ്രമാണികളുടെ നടുക്ക് ദൈവം നിന്ന് അവരോട് സംസാരിക്കുന്ന രീതിയിലാണ് അവർ ഈ ഭാഗത്തെ വർണ്ണിക്കുന്നത്. So I want to take from that verse that this is myrtle tree. Among the myrtle tree was the presence of God or the angel of God. ഞാൻ അതിൽ നിന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആശയം എന്ന് പറയുന്നത് ഈ മിർട്ടിൽ ട്രീ അല്ലെങ്കിൽ കൊഴുന്തുകൾ എന്ന് പറയുന്നത് അതിന്റെ നടുക്ക് ദൈവ സാന്നിധ്യമുള്ള ഇടം എന്നുള്ള അർത്ഥത്തിലാണ്. Thus, in the meaning of Hadassah being a myrtle tree is that the showing and the presence of God was among her. In other words, the Lord stood with her, as it were. അപ്പം ഹദസ എന്നുള്ള ഈ പേരിന് അവളുടെ മധ്യത്തിൽ അല്ലെങ്കിൽ അവളില് യഹോവയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ള അർത്ഥമായിരിക്കണം ഉദ്ദേശിച്ചിരിക്കുന്നത്. The other word, the word Esther, her second name, could be either Persian or Hebrew. എസ്തർ എന്നുള്ള അവളുടെ രണ്ടാമത്തെ പേര് പേർഷ്യൻ ഭാഷയിലും എബ്രായ ഭാഷയിലും ഉപയോഗിക്കാവുന്ന ഒരു പദം തന്നെയാണ്. In the Hebrew sense of the word, it comes from the word Hester, which means hiddenness. എബ്രായ ഭാഷയിലാണെങ്കിൽ ഹെസ്റ്റർ എന്നൊരു പദത്തിൽ നിന്നാണ് അതുണ്ടായിരിക്കുന്നത്. ഒളിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ആ പദത്തിന്റെ, ഗുപ്തമായിരിക്കുക എന്നുള്ളതാണ് അർത്ഥം. I was asking myself, could it mean that hidden godliness or presence of God was hidden in her, just like the story describes? ആ കഥ പിന്നീട് പുരോഗമിക്കുമ്പോൾ നാം കാണുന്ന പോലെ ഒരു പക്ഷെങ്കില് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന അർത്ഥം ദൈവത്തിന്റെ സാന്നിധ്യം അവളിൽ ഒളിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലായിരിക്കണം ആ പേര് ഇട്ടതെന്നാണ്. But the Persian meaning of Esther means a star. എസ്തർ എന്നുള്ള പദത്തിന്റെ പേർഷ്യൻ പദത്തിന്റെ അർത്ഥം നക്ഷത്രം എന്നാണ്. That's how most of us, when we name our little girls Esther, we want it to mean that she is a star. നമ്മളൊക്കെ പലരും നമ്മുടെ മക്കൾക്ക് എസ്തർ, പെൺമക്കൾക്ക് എസ്തർ എന്നുള്ള പേരിടുമ്പോൾ ആ അർത്ഥം ഉൾക്കൊള്ളാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവര് നക്ഷത്രങ്ങളെ പോലെ പ്രശോഭിക്കണം എന്നുള്ളത്. But it could also be referring to a Babylonian goddess that her name is Ishtar. ഇത് ബാബേലിലെ ഒരു ദേവിയുടെ പേരുമാകാം, ഇഷ്ടാർ എന്നു പേരുള്ള ദേവിയുടെ പേര്. So all I'm trying to do is just the names Mordecai and Esther and Hadassah. You can see the dichotomy and the complexity of the tension between child of God in a foreign culture and how it all encompasses into these two people and their names. ഈ രണ്ടുപേരുടെയും പേരിൽ നിന്ന് തന്നെ അവരായിരിക്കുന്ന ആ സംസ്കാരത്തോട് ഒത്തുതീർപ്പിലൂടെ എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ള അവരുടെ ആ ഹൃദയത്തിന്റെ സമ്മർദ്ദം കാണാനായിട്ട് കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. This was the situation of those Jews who stayed back in Persia. They should have gone to Jerusalem, but they decided to stay back, making a compromise. But the tension of belonging to God in a foreign land continued to create havoc in their life. യെരുശലേമിലേക്ക് പോവാതെ ആ ബാബിലോണിയ ദേശത്ത് തുടർന്നവരുടെ ഒരു വലിയ ഒരു ആത്മസംഘർഷം എന്ന് പറയുന്നത്, ധർമ്മസങ്കടം എന്ന് പറയുന്നത് എങ്ങനെ ദൈവമക്കളായിട്ട് അവിടെ പിടിച്ചു നിൽക്കും എന്നുള്ളതായിരുന്നു. They had to remain faithful to the Lord, but found it difficult to navigate life in the foreign land. Thus they chose to compromise. അവർക്ക് ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കണമായിരുന്നു. അതേ സമയത്ത് ഒരു വിദേശ രാജ്യത്ത് അതിന് പ്രയാസമായിരുന്നതിനാല് അവര് ഒത്തുതീർപ്പുണ്ടാക്കി അല്ലെങ്കിൽ സന്ധി ചെയ്ത് തങ്ങളുടെ ജീവിതം ക്രമീകരിക്കേണ്ടതായിട്ട് വന്നു.
And the choices they made probably were made out of practical expediencies, but it remained their own, showing us that our choices in life can lead to compromises in faith. അവര് പ്രായോഗികമായിട്ട് പിടിച്ചു നിൽക്കത്തക്ക വിധത്തിലുള്ള തീരുമാനങ്ങളാണ് എടുത്തത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മളുടെ അങ്ങനെയുള്ള തീരുമാനങ്ങള് ആ ദേശത്തെ സംസ്കാരമായിട്ട് ഒത്തുതീർപ്പിലേക്ക് നയിക്കും എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കി തരുന്നു. Let me stop and ask all of us this question. What are the choices that you have made in your life that falls into the category of a compromise? ഞാൻ ഈ സമയത്ത് ഒന്ന് നിർത്തിയിട്ട് നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തില് ഏതൊക്കെ തീരുമാനങ്ങളാണ് ഈ ലോകവുമായിട്ട് ഒരു ഒത്തുതീർപ്പായിട്ട് നിങ്ങൾ എടുത്തിട്ടുള്ളത്? We all have made such compromises. നമ്മളെല്ലാവരും ഒന്നിലല്ലെങ്കിൽ മറ്റൊന്നില് അങ്ങനത്തെ ഒത്തുതീർപ്പുകൾ നടത്തിയിട്ടുണ്ടായിരിക്കും. None of us can claim that we are perfect in our faith. നമ്മുടെ വിശ്വാസത്തിൽ സമ്പൂർണരാണ് എന്ന് നമുക്ക് ആർക്കും അവകാശപ്പെടാൻ കഴിയുകയില്ലല്ലോ. But compromises also have consequences. എന്നാൽ ഇങ്ങനെയുള്ള ഒത്തുതീർപ്പുകൾക്ക് അതിന്റെ പരിണത ഫലങ്ങളുമുണ്ട്. Let's continue and look at the second compromise they made. അവര് നടത്തിയ രണ്ടാമത്തെ ഒത്തുതീർപ്പിലേക്ക് നമുക്ക് പോകാം. Reading from chapter 2 verse 8 through 9. 2:8-9 വാക്യങ്ങൾ. രാജാവിന്റെ കൽപ്പനയും വിധിയും പരസ്യമായപ്പോൾ അനേകം യുവതികളെ ശേഖരിച്ച് ശൂഷൻ രാജധാനിയിൽ ഹേഗായിയുടെ വിചാരണയിൽ ഏൽപ്പിച്ച കൂട്ടത്തിൽ എസ്തേറിനെയും രാജധാനിയിലെ അന്തപുരപാലകനായ ഹേഗായിയുടെ വിചാരണയിൽ കൊണ്ടുവന്നു. ആ യുവതി അവന് ബോധിച്ചു, അവളോട് പക്ഷം തോന്നി. അവൻ അവളുടെ ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കളെയും ഉപജീവനത്തെയും രാജധാനിയിൽ നിന്ന് കൊടുക്കേണ്ടുന്ന 7 ബാല്യക്കാരത്തികളെയും അവൾക്ക് വേഗത്തിൽ കൊടുത്തു. അവളെയും അവളുടെ ബാല്യക്കാരത്തികളെയും അന്തപുരത്തിലെ ഉത്തമമായ സ്ഥലത്ത് ആക്കി. Okay. The first compromise was to stay back in Persia when they were supposed to go back to Jerusalem and rebuild. The second one is what we just read. അവരുടെ ഒന്നാമത്തെ ഒത്തുതീർപ്പ് എന്ന് പറഞ്ഞത് ദൈവം അവര് യെരുശലേമിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിച്ചപ്പോൾ അവര് അവരുടെ പ്രവാസദേശത്ത് തുടർന്നും ജീവിച്ചു എന്നുള്ളതാണെങ്കിൽ രണ്ടാമത്തെ ഒത്തുതീർപ്പാണ് ഈ 8-9 വാക്യങ്ങളിൽ നാം കാണുന്നത്. We see that the hidden God bestows favor to Esther and gives her the prime opportunity to stand up for her faith. However, it appears that she was enjoying the special VIP status she received. അവൾക്ക് ദൈവത്തിന് വേണ്ടി നിലനിൽക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ലഭിക്കുന്നു എങ്കിലും അവൾക്ക് ലഭിച്ച പ്രത്യേക പരിഗണനകള് അവിടെ ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് ഈ വാക്യങ്ങളിൽ കാണാൻ കഴിയും. Unlike Daniel and his friends, she did not object to the special favors and the diet and the treatment that she was receiving. ദാനിയേലിനെയും കൂട്ടുകാരെയും പോലെ അവൾക്ക് ലഭിച്ച പ്രത്യേക സൗകര്യങ്ങള് വേണ്ടെന്ന് വെച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് നാം കാണുന്നില്ല. Let's just quickly read that portion from Daniel chapter 1 verses 8-9. നമുക്ക് ആ വാക്യങ്ങളൊന്ന് പെട്ടെന്ന് വായിക്കാം. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ലെന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ച് തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ദൈവം ദാനിയേലിന് ഷണ്ഡാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലയിപ്പാൻ ഇടവരുത്തി. Now let's go back and read what we just read, where we read clearly. Let me read it in English. The young woman pleased him and gained his favor so that he accelerated the process of beauty treatments and the special diet she received. He assigned 7 hand-picked female servants to her from the palace and transferred her and her servants to the harem's best quarters. We don't see Esther objecting to any of these special treatment. അവൾക്ക് ലഭിച്ച പ്രത്യേക പരിഗണന ഒന്നും വേണ്ടെന്ന് വെക്കുന്നതായിട്ട് എസ്തറിന്റെ പക്ഷത്തു നിന്ന് നാം കാണുന്നില്ല. When we read from what we read from Daniel says that God had granted Daniel kindness and compassion from the chief eunuch. പ്രധാന ഷണ്ഡാധിപന്റെ കയ്യിൽ നിന്ന് ദാനിയേലിനും കൂട്ടർക്കും ദയ ലഭിച്ചതായിട്ട് നാം ആ ഭാഗത്ത് വായിക്കുന്നുണ്ട്. And where did they get that from? God had granted Daniel.
അത് ദൈവം നൽകിയതാണ്. The decision by Daniel to abstain from royal food and all the treatment shows that how he remained true to his faith and was willing to take a stand. എന്നാൽ ദാനിയേലും കൂട്ടരും ആ ലഭിച്ച പ്രത്യേക പരിഗണന വേണ്ടെന്ന് വെക്കാതെ ദൈവത്തോട് വിശ്വസ്തരായി നിന്നതായിട്ട് നാം കാണും. He received the favor from his caretaker because God granted that favor. അവന് തന്നെ നോക്കിയിരുന്ന ഷണ്ണാധിപനിൽ നിന്ന് പ്രത്യേക പരിഗണന ലഭിച്ചു, കാരണം ദൈവം അത് നൽകിയതാണ് അവനിലൂടെ. But in Esther's situation, if we read, the young woman pleased him and gained his favor. We don't see God there. എന്നാൽ എസ്തറിന്റെ കാര്യത്തിൽ നമ്മൾ വായിക്കുന്നത് അവള് ഷണ്ണാധിപനെ ഹേഗായിയെ പ്രസാദിപ്പിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷില്. Esther's prominence and favor in the Persian world came at the cost of knowingly suppressing her true identity. എസ്തറിന്റെ ആ കിട്ടിയ പ്രത്യേക സ്ഥാനലബ്ധിയൊക്കെ താൻ ആരാണ് എന്ന് വെളിപ്പെടുത്താതിരുന്നതിൽ നിന്ന് ലഭിച്ചതാണ്. And we read that in chapter 2 that she did not disclose that she was a Jew. താൻ ഒരു യഹൂദ സ്ത്രീയാണെന്നുള്ള കാര്യം അവള് അവിടെ വെളിപ്പെടുത്തിയില്ല എന്ന് രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. Are we any different? Have we been guilty of the same thing? നമ്മൾ ഇതിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ വ്യത്യസ്തരാണോ? ഇക്കാര്യത്തിൽ നമ്മൾ കുറ്റക്കാരാണോ? We do not have to take matters into our own hands, nor do we succumb to fear when placed in precarious situations. നമ്മളെ കാര്യങ്ങൾ നമ്മളുടെ കരങ്ങളിലേക്ക് എടുക്കേണ്ട കാര്യമില്ല, എന്നാൽ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഭയപ്പെടേണ്ടതുമില്ല. God's presence is with his righteous ones and his plans will come true. We just need to be available and obedient. ദൈവത്തിന്റെ കരങ്ങള് തന്റെ നീതിമാന്മാരോടൊപ്പം ഉണ്ട്, അവന് തക്ക സമയത്ത് വേണ്ടത് ചെയ്തുകൊള്ളും. Do we know how such reliance on God removes stress and confusion from our lives? നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആശയക്കുഴപ്പവും സമ്മർദ്ദവും ഒക്കെ അങ്ങനെയുള്ള തീരുമാനങ്ങള് മാറ്റുന്നത് നമുക്ക് പരിചിതമായ കാര്യമാണ്. I'm speaking from my experience. I mentioned to you earlier that the past 7 or 8 months have been very tough for me. കഴിഞ്ഞ 6-7 വർഷം വളരെ ബുദ്ധിമുട്ടേറിയ കാലമായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. എന്റെ അനുഭവങ്ങളില് ചിലത് പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നു. There were situations when I could have easily taken the position of Esther by not disclosing my faith and my walk with the Lord. ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എസ്തറിനെ പോലെ ഞാൻ ആരാണ്, എന്റെ വിശ്വാസം എന്താണെന്ന് വെളിപ്പെടുത്താതെ ചില സാഹചര്യങ്ങളിലായിരിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. The struggle was enormous on me. ആ സമയത്തെ ആശയക്കുഴപ്പം വളരെ വലുതായിരുന്നു. Had I not gone to the feet of our Lord and pleaded wisdom from him, I would not have been able to stand such situations. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് പോയി അവനിൽ നിന്ന് ശക്തി പ്രാപിച്ചില്ലായിരുന്നു എങ്കിൽ നിലനിൽക്കാൻ തന്നെ കഴിയുമായിരുന്നില്ല. For the people around me at my workplace and for people who have been in touch with me, they know now I am a man of faith and that I won't compromise in compromising situations. എന്നെ സംബന്ധിച്ച് എന്റെ ചുറ്റുമുള്ളവരോടും എന്റെ സഹപ്രവർത്തകരോടും ഒക്കെ ഞാൻ ഒരു ദൈവമകനാണെന്ന് വെളിപ്പെടുത്തുകയും ഞാൻ എന്റെ സാഹചര്യങ്ങളിൽ ഒരു ഒത്തുതീർപ്പിന് പോകയില്ല എന്നുള്ളത് വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതായിട്ടിരുന്നു. And it was at the price of maybe even losing my job, but I couldn't be myself because I couldn't be anyone other than a child of God in all circumstances of my life. എനിക്ക് എന്റെ ജോലി നഷ്ടപ്പെടാവുന്ന ഒരവസ്ഥയായിരുന്നു അത്. എന്നാൽ എനിക്ക് ഒരു ദൈവമകനായിട്ടല്ലാതെ അവിടെ ആയിരിക്കാൻ കഴിയുമായിരുന്നില്ല. And here it is 7 months later and I'm still continuing in the same job. 7 മാസം ഇപ്പോഴും കഴിഞ്ഞു, ഇപ്പോഴും ഞാൻ അതേ ജോലിയിൽ തന്നെ തുടരുകയും ചെയ്യും. And I am sure that God will vindicate the decision to stand up for him. ദൈവത്തിന് വേണ്ടി എടുത്ത എന്റെ ആ നിലപാടിനെ ദൈവം അംഗീകരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. This is not to puff up Abe Johnson or to show that I'm much better than any of you. It just so happened that
I had the presence of mind to go to the feet of Jesus and then cry and plead and cry for hours to give me the strength to stand up for him. ഈ എബി ജോൺസൺ എന്ന ഞാൻ എന്തെങ്കിലും പ്രത്യേകതയുള്ള ആളാണെന്നോ എന്തെങ്കിലും പ്രത്യേക കാര്യം ചെയ്തെന്നോ പറയാനായിട്ടല്ല, അതിൽ ഉപരിയായിട്ട് തക്ക സമയത്ത് കർത്താവിങ്കിലേക്ക് പോയി കൃപ പ്രാപിപ്പാൻ കഴിഞ്ഞു എന്നുള്ളത് പറയാനായിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. We all know the famous hymn that we often sing. It says, "Oh, what peace we often forfeit. Oh, what needless pain we bear. All because we do not carry everything to God in prayer." നമ്മൾ സാധാരണയായിട്ട് പാടുന്ന ആ പാട്ടുണ്ടല്ലോ, ഞാൻ അയ്യോ എത്ര വലിയ സമാധാനമാണ് വേണ്ടെന്ന് വെക്കുന്നത്, ഞാൻ എത്ര ആവശ്യമില്ലാത്ത ആകുലതയാണ് വഹിച്ചുകൊണ്ട് നിൽക്കുന്നത് ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകാതിരിക്കുന്ന ഏക കാരണം നിമിത്തം. So compromise number 2 was not standing up for God, not being overt with the faith. രണ്ടാമത്തെ ഒത്തുതീർപ്പ് അല്ലെങ്കിൽ അവര് സന്ധി ചെയ്യൽ നടത്തിയത് ദൈവത്തിന് വേണ്ടി ഒരു നല്ല നിലയിൽ സാക്ഷ്യത്തോടെ നിൽക്കാനായിട്ട് ഒരുമ്പെടാതിരിക്കുക എന്നുള്ളതായിരുന്നു. Now let's look at compromise number 3. ഇനി നമുക്ക് മൂന്നാമത്തെ ഇവര് ചെയ്ത ഒത്തുതീർപ്പിലേക്ക് പോകാം. Verse 10, 2:10. 2:10 വാക്യം. എസ്തർ തന്റെ ജാതിയും കുലവും അറിയിച്ചില്ല, അത് അറിയിക്കരുത് എന്ന് മൊർദെഖായി അവളോട് കൽപ്പിച്ചിരുന്നു. Read verse 11 also, please. എന്നാൽ എസ്തേറിന്റെ സുഖവർത്തമാനവും അവൾക്ക് എന്തെല്ലാം ആകുമെന്നുള്ളതും അറിയേണ്ടതിന് മൊർദെഖായി ദിവസം പ്രതി അന്തപുരത്തിന്റെ മുറ്റത്തിന് മുമ്പാകെ നടന്നുകൊണ്ടിരുന്നു. One bad choice leads to more of the same. ഒരു തെറ്റായ തീരുമാനം കൂടുതൽ തെറ്റായ തീരുമാനങ്ങളിലേക്ക് നടത്തുന്നു. Here Esther was told that she should not reveal her ethnicity or family background. Mordecai told her that. എസ്തേറിനോട് മൊർദെഖായി പറഞ്ഞത് അവളുടെ ജാതിയും കുലവും അറിയിക്കരുത് എന്നായിരുന്നു. Now these are people who come from a heritage of a God who brought them out of the land of Egypt and sustained them and gave them victory in the land of Canaan and gave them kings. The rich history of the chosen people means nothing here. They decided such rich history and the ethnicity is something to be hidden. ഇവര് വളരെ 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 പൈതൃകമുള്ള ഒരു സമൂഹമാണ്. ദൈവം അത്ഭുതകരമായിട്ട് ഈജിപ്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നവരാണ്. ഇവരില് വളരെ പ്രമുഖന്മാരായ രാജാക്കന്മാരും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. വളരെ ധന്യമായ ഒരു പൈതൃകമുള്ളവരാണ്. എന്നാൽ അവര് തങ്ങളുടെ പൈതൃകം മറച്ചു വയ്ക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. The presence of God was with them very, very clearly throughout the history. Even when they disobeyed, the presence of God was with them. അവര് ദൈവത്തെ അനുസരിക്കാതിരുന്നപ്പം പോലും ദൈവത്തിന്റെ സാന്നിധ്യം അവരോടുകൂടെ എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. It appears that Mordecai knew what he told Esther to do was something that he shouldn't have done, because we see him at the courtyard walking back and forth, pacing back and forth, making sure what was happening to her. മൊർദെഖായി ചെയ്തത് ശരിയല്ല എന്ന് തനിക്ക് തന്നെ തോന്നിയിരിക്കണം. അതുകൊണ്ടായിരിക്കണമല്ലോ അദ്ദേഹം ആ എസ്തേറിന്റെ സുഖവർത്തമാനം അറിയുന്നതിനായിട്ട് അന്തപുരത്തിന്റെ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നത്. Bad choices make you pace for nothing. തെറ്റായ തീരുമാനങ്ങള് അതിന് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിന് വില നൽകേണ്ടതായിട്ട് വരും. And then make you stress, make you full of stress, having to walk around as if you are lost. തെറ്റായ തീരുമാനങ്ങള് നമ്മുടെ ജീവിതത്തില് വേണ്ടാത്ത സമ്മർദ്ദങ്ങൾ വിളിച്ചു വരുത്തും. So I'm sure a lot of you might come to the support of Esther at this point. നമ്മളിൽ പലരും എസ്തറിന് പിന്തുണ കൊടുക്കുന്നവരായിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം. After all, it was not her choice to be at the palace. അവളുടെ തീരുമാനപ്രകാരമല്ല അവൾ പാലസിൽ എത്തിച്ചേർന്നത് തന്നെ. In verse 8 it says she was taken to the palace. അവളെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോയതാണെന്ന് 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. In this situation, when she did not reveal her ethnicity, she was just obeying her uncle.
അവള് തന്റെ കുലവും വംശവും ഒന്നും പറയാതിരുന്നതിൽ അവിടെ അങ്കിളിന്റെ അവളുടെ അമ്മാവന്റെ ഉത്തരവ് നടപ്പിലാക്കുക മാത്രമാണ് ചെയ്തത്. Not uncle, her cousin essentially. വാസ്തവത്തിലെ കസിൻ ആണല്ലോ, മച്ചനാണല്ലോ. And so we can say that, poor girl, what else could have she done? നമ്മള് സാധുവായ പെൺകുട്ടിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്, എന്ത് ഇതിലധികമായിട്ട് ചെയ്യാൻ അവൾക്ക് കഴിയുമായിരുന്നു എന്ന്. We would even think, if I was in her position, I would do the same thing. നമ്മൾ ഒരു പക്ഷേ ചിന്തിച്ചേക്കും, ഞാനും ആ സ്ഥലത്ത് അപ്പോഴായിരുന്നെങ്കിൽ ഞാനും അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നല്ലോ. This is what compromises in our life make us do. നമ്മളുടെ ജീവിതത്തിലും ഒത്തുതീർപ്പുകൾ വരുത്തി വയ്ക്കുന്ന അവസ്ഥ ഇതാണ്. They make us come up with excuses. അത് കൂടുതൽ ന്യായങ്ങൾ പറയാനായിട്ട് നമ്മളെ പഠിപ്പിക്കും. And we only in making excuses, we only see one side of the situation. നമ്മള് അതുപോലെ ന്യായങ്ങൾ പറയുമ്പോൾ സാഹചര്യത്തിന്റെ ഒരു വശം മാത്രമേ കാണുന്നുള്ളൂ. What's the other side? മറ്റേ വശം ഏതാണ്? Esther was taken by who? എസ്തറിനെ കൊണ്ടുപോയത് ആരാണ്? We will jump to a conclusion by saying that it was the king's men. രാജാവിന്റെ ആൾക്കാരാണ് അവളെ പിടിച്ചുകൊണ്ട് പോയത് എന്ന് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുമായിരിക്കും. But for a nation who is chosen and a covenantal people whose God is a God who created the entire world, can we just go on and say that it was just by chance the king's men took her? ഒരു തന്റെ ഉടമ്പടികൾ പാലിക്കുന്ന ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിൽപ്പെട്ട ഒരാളെ കുറിച്ച് അവളെ എങ്ങനെയോ ആകസ്മികമായിട്ട് രാജാവിന്റെ ആളുകൾ പിടിച്ചുകൊണ്ട് പോയതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? And we saw Esther's name she's the pleasant, fragrant myrtle with whom the righteous one of Israel is standing. അവള് വളരെ സുഗന്ധം പരത്തുന്ന ഒരു കൊഴുന്തു പോലെയുള്ളവളാണ്, അവളിൽ ദൈവിക സാന്നിധ്യം ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ കണ്ടല്ലോ. So I think when we read Esther was taken, humanly it was the king's men, but God allowed that to happen. എസ്തറിനെ രാജാവിന്റെ ആൾക്കാരെ കൊണ്ടുപോയി എന്ന് വായിക്കുമ്പോൾ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവമാണ് അതിന് അങ്ങനെ ഒരു കാര്യം അനുവദിച്ചു കൊടുത്തത് എന്ന്. Why can't we see that this was according to the plan of a sovereign God? Thus Esther was taken to the palace by the Lord in his perfect will and plan. നമുക്ക് എന്തുകൊണ്ട് സർവാധികാരിയായ ദൈവം തന്റെ പദ്ധതി അനുസരിച്ച് എസ്തറിനെ ആ രാജകൊട്ടാരത്തിലേക്ക് പോയി എന്ന് ചിന്തിച്ചുകൂടാ? Just when did obedience to a human guardian in matters of faith become superlative to obeying the eternal guardian or the sustainer, God himself? തന്റെ രക്ഷകർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നതിനേക്കാളും സർവാധികാരിയായ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നത് തന്നെയാണ് കൂടുതൽ ഉന്നതമായിട്ട് ഉദാത്തമായിട്ടുമുള്ളത്. Especially when it is obeying a human guardian who already lives a compromised life like Mordecai. അത് മൊർദെഖായിയെ പോലെ ആ ദേശവുമായിട്ട് ഒത്തുതീർപ്പിലായി ജീവിക്കുന്ന ഒരു മാനുഷിക രക്ഷാകർത്താവിനെ സംബന്ധിച്ച് അനുസരിക്കുന്ന കാര്യത്തിൽ failing to see the dimension of God's active role in our lives will lead to erroneous conclusions and bad decisions. നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാതെ ചില തീരുമാനങ്ങളിലേക്ക് എത്തുന്നത് നമ്മളെ പ്രശ്നങ്ങളിൽ കൊണ്ടെത്തി. In fact, it's a little bit more, you have to make it a little bit more clear. It is not merely the presence of God, it is the active presence of God in our life. ദൈവത്തിന്റെ സാന്നിധ്യം മാത്രമല്ല, ദൈവത്തിന്റെ സജീവ സാന്നിധ്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. And when we fail to experience it, when we fail to see it, that leads us to compromise over compromise and a defeated life as we manage our journey in this world. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന്റെ സജീവ സാന്നിധ്യം, വളരെ ആക്റ്റീവായിട്ടുള്ള ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാതിരിക്കുമ്പോൾ കൂടുതൽ ഒത്തുതീർപ്പിലേക്കും അങ്ങനെ കൂടുതൽ പ്രശ്നങ്ങളിലേക്കും നമ്മുടെ ഈ ലോക വിശ്വാസ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും. We are like Esther, spreading the fragrance of life to a community that is around us,
we are the ones among whom God's presence is clearly seen. And when we fail to see that and live up to that, the effect of such decision is such a defeated life. നമ്മള് ദൈവത്തിന്റെ സുഗന്ധം ചുറ്റുമുള്ളവർക്ക് നൽകുന്നവരായിട്ട് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാകാതെ വരുമ്പോൾ നമ്മൾ ഒരു പരാജിത ജീവിതം നയിക്കേണ്ടതായിട്ട് വരും. Apostle Paul says it is a fragrance of life to those who believe, and it is a fragrance of death who are to perish. ദൈവത്തിങ്കിലേക്ക് വരുന്നവർക്കും അതുപോലെ തന്നെ നാശത്തിലേക്ക് പോകുന്നവർക്കും താന് ഒരു വാസനയാണെന്ന് പൗലോസ് അപ്പോസ്തലൻ ലേഖനങ്ങളിൽ പറയുന്നുണ്ടല്ലോ. Verse 17, let's read verse 17, and I want to quickly go to compromise number 4. നമുക്ക് 2:17 വാക്യം വായിക്കാം. 4ാമത്തെ ഒത്തുതീർപ്പിലേക്ക് വരാം. രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു. സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നിയിട്ട് അവൻ രാജകിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കി. It says she won more favor and approval from the king. അവള് സകല കന്യകമാരെക്കാളും കൂടുതൽ സ്നേഹവും പരിഗണനയും രാജാവിൽ നിന്ന് നേടിയെടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു. Our compromises can give us approval from a human king. ഒരു മാനുഷിക രാജാവിൽ നിന്ന് നമ്മുടെ ഒത്തുതീർപ്പ് വഴി നമുക്ക് കൂടുതൽ അങ്ങനെയുള്ള നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞേക്കാം. And when we live our faith, there may be more losses in life than approvals. നമ്മള് വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ ജീവിതത്തിൽ കൂടുതൽ നഷ്ടങ്ങളായിരിക്കും അംഗീകാരത്തെക്കാളും കൂടുതൽ ലഭിച്ചു എന്നും വന്നേക്കാം. But compromises, as we see here, gives to more approval and more favor and approval from the king here. ഈ ഭാഗത്ത് രാജാവിൽ നിന്ന് ആ ഒത്തുതീർപ്പുകൾ അവർക്ക് കൂടുതൽ നന്മ വരുത്തുന്നതായി നാം വായിക്കുന്നു. This approval by the king must have pleased Esther and Mordecai. ഈ രാജാവിന്റെ അംഗീകാരം എസ്തറിനെയും മൊർദെഖായിയെയും ഒക്കെ വളരെ സന്തുഷ്ടരാക്കി കാണുമായിരിക്കാം. And Mordecai's plan was that Esther become the queen by insisting that she marry a pagan. ഒരു വിജാതീയ രാജാവിനെ വിവാഹം ചെയ്താലും വേണ്ടില്ല, എസ്തർ ഒരു രാജ്ഞിയായി തീരണം എന്നുള്ളതായിരുന്നു മൊർദെഖായിയുടെ ആഗ്രഹം. And he was self-directed, or he was fully selfish in that decision. അവന് ആ കാര്യത്തില് വളരെ സ്വയ ഇച്ഛ മാത്രം പരിഗണിക്കുന്ന സ്വാർത്ഥനായിരുന്നു. But you know, Israelites were not to marry an uncircumcised pagan person. They were not to be, the prohibition against intermarriage is very clearly written. പരിച്ഛേദന ഏൽക്കാത്ത ഒരു വിജാതീയനെ വിവാഹം ചെയ്യാൻ ഒരു ഇസ്രായേൽ കന്യയെ കുറിച്ച് പ്രതീക്ഷിച്ചിരുന്നില്ല. അത് ദൈവം നിരോധിച്ചിരുന്ന കാര്യമാണ്. Intermarriage even under captivity was forbidden. ഇവര് പ്രവാസത്തിലായിരുന്നപ്പോൾ പോലും മറ്റ് വർഗങ്ങളിലുള്ളവരെ വിവാഹം ചെയ്യാനായിട്ട് ദൈവം പ്രതീക്ഷിച്ചിരുന്നില്ല. Esther and Mordecai compromised by following through and sadly forgetting that she was a child of God, covenanted to God, the Lord of creation, by succumbing to the wishes of this pagan king. ഈ വിജാതീയ രാജാവിന്റെ ആഗ്രഹത്തിന് കീഴടങ്ങു വഴി മൊർദെഖായിയും എസ്തേറും ഒക്കെ തന്നെ തങ്ങള് ദൈവത്തിന്റെ ആ ഉടമ്പടിയിൽ ഉൾപ്പെട്ട ഒരു ജനതയാണ് എന്നുള്ള കാര്യം മറന്നുപോവുകയാണ്. This compromise was actually disobedience to the command of not getting entangled with or intermarrying pagans. മറ്റ് വിജാതീയരുമായിട്ട് വിവാഹം ചെയ്യരുത് എന്നുള്ള ദൈവകൽപ്പനയുടെ നേരിട്ടുള്ള അനുസരണക്കേടാണ് നമ്മൾ ഇവിടെ കാണുന്നത്. So I want us to notice the progression of these compromises. ഓരോ ഒത്തുതീർപ്പും അത് കൂടുതൽ ഒത്തുതീർപ്പുകളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. She did not deny her faith. She begins by concealing her faith. അവള് അവിടെ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞില്ല, പക്ഷെ അതിനെ മറച്ചു വെച്ചു. But as we come to this compromise, she conceals it and actually commits disobedience. ഈ അടുത്ത 4ാമത്തെ ഒത്തുതീർപ്പിലേക്ക് വരുമ്പോഴ് അവളുടെ യഥാർത്ഥ സ്ഥിതി മറച്ചു വയ്ക്കുക മാത്രമല്ല, ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുന്നു.
And such action actually wins her favor and elevation of status. Esther becomes every bit of a pagan queen with the attributes of such a role that the king was looking for. ഈ ഒരു ഒത്തുതീർപ്പ് കാരണം അവൾക്ക് രാജാവിന്റെ പക്ഷം കിട്ടി, അവള് രാജ്യസ്ഥാനത്തേക്ക് ഉയർന്നു. പക്ഷേ അവള് ഒരു വിജാതീയ രാജ്ഞിയായിട്ട് മാറുകയായിരുന്നു. The sweet myrtle with whom the angel of God stands now becomes the star that the pagan king is celebrating. ആ കൊഴുന്തുകളുടെ ഇടയില്, ആ നല്ല വാസന ഉണ്ടാക്കുന്ന കൊഴുന്തുകളുടെ ഇടയില് ദൂതന്മാര് പോലും നിൽക്കുന്ന ആ കൊഴുന്ത് ആയിട്ടുള്ള എസ്തർ ഇപ്പോഴിതാ ഈ ബാബിലോന്യ പേർഷ്യൻ രാജ്യത്ത് രാജാവ് പ്രദർശിപ്പിക്കുന്ന ഒരു നക്ഷത്രമായി മാറിയിരിക്കുന്നു. Hadassah is now truly Esther. ഹദാസ ഇതാ പൂർണ്ണമായിട്ടും എസ്തേറായി മാറിയിരിക്കുന്നു. There used to be a time when she was both. She was a fragrant myrtle and a star, both for the Lord. But now she is a star for the king, a pagan king. നേരത്തെ ഒരു സമയം ഉണ്ടായിരുന്നു, അവള് ദൈവത്തിന്റെ ഒരു കൊഴുന്തും അതേസമയം തന്നെ ദൈവത്തിന്റെ ഒരു നക്ഷത്രവുമായിരുന്ന അവസ്ഥ. എന്നാൽ ഇപ്പോൾ അവൾ രാജാവിന്റെ നക്ഷത്രം മാത്രമായി മാറിയിരിക്കുന്നു. From all the glitter and glory we see here, she is no longer Hadassah, but she is only Esther. അവളുടെ മഹത്വവും അവളുടെ സ്ഥാനവും ഒക്കെ നമ്മള് ഒഴിവാക്കിയാലും ഇന്ന് അവൾ ഒരു എസ്തർ മാത്രമാണ്. She could have maintained the tension of being both Hadassah and Esther on the side of Jehovah, but she fails to maintain that tension. അവൾക്ക് ഒരു സമതുലിത അവസ്ഥ യഹോവയ്ക്ക് വേണ്ടി പാലിക്കാമായിരുന്നു. യഹോവയ്ക്ക് വേണ്ടി എസ്തേറും അതേപോലെ ഹദസയും ആയിരുന്നു കൊണ്ട്. Compromises made to gain favor in the world would distance us from the one who did not compromise when it came to saving us. ഈ ലോകത്തിലുള്ള ഒത്തുതീർപ്പുകള് ലോകത്തിൽ നിന്ന് നമുക്ക് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട്, ചില പക്ഷങ്ങളൊക്കെ ലഭിക്കാനായിട്ട് കഴിയും എന്ന് വന്നേക്കാം, പക്ഷേ ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റും. When the Lord thought about us, he did not compromise. He came, he died on the cross, he died for each one of us. He took on the cross for each one of us. കർത്താവ് നമ്മളെ കുറിച്ച് ഓർത്തപ്പോഴ് അവൻ ഒരു ഒത്തുതീർപ്പിനും സന്നദ്ധനല്ലായിരുന്നു. അവൻ ഈ ഭൂമിയിലേക്ക് വന്ന് കാൽവരി ക്രൂശില് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മരിക്കുകയായിരുന്നു. Despite the compromised lives of God's chosen individuals and their blindness to the overwhelming presence of him, he still pursues us relentlessly. ഇന്നും അവന് നമ്മളെ അനുധാവനം ചെയ്യുന്നവനാണ്. തന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനം ഒത്തുതീർപ്പിലൂടെ അവിശ്വസ്തരായി തീർന്നിട്ടും he never gives up. He never compromises when it comes to us. അവൻ ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കുന്നില്ല. അവൻ ഒരിക്കലും നമ്മളെ സംബന്ധിച്ച് ഒരു ഒത്തുതീർപ്പിന് പോകുന്നില്ല. അവൻ നമ്മോടൊപ്പം ഉണ്ട്. And we see how it plays out in the rest of the story of Esther. ഇത് എങ്ങനെയാണ് ഈ കഥയുടെ ബാക്കി ഭാഗങ്ങളിലും ഇതിന്റെ പ്രഭാവം ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. We see that God continues to pursue and God accomplishes his goal even through these compromised agents of his, both Mordecai and Esther. ഒത്തുതീർപ്പുണ്ടാക്കുന്ന തന്റെ ഏജന്റുകളായ മൊർദെഖായിലൂടെ എസ്തറിലൂടെ ഒക്കെ പോലും ആത്യന്തികമായിട്ട് ദൈവം തന്റെ ഇഷ്ടം നിറവേറ്റുന്നതായിട്ട് നാം കാണും. So dear brothers and sisters, would you please reflect on your life, thinking back to what we've just heard. നമ്മൾ ഇപ്പോൾ കേട്ടതിന്റെ വെളിച്ചത്തില് പ്രിയപ്പെട്ടവരെ നമ്മുടെ തന്നെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുമോ? Have we not caused impediments to the furtherance of the gospel by compromising? നമ്മുടെ ഒത്തുതീർപ്പുകൾ മുഖാന്തരം സുവിശേഷത്തിന്റെ വ്യാപനത്തിന് നമ്മൾ തടസ്സം സൃഷ്ടിച്ചിട്ടില്ലേ? What are the compromises that we continue to make in our walk of faith?
ഇന്നും നമ്മുടെ വിശ്വാസ യാത്രയിൽ നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന തുടർമാനമായിട്ടുള്ള ഒത്തുതീർപ്പുകൾ ഏതൊക്കെ മേഖലയിലാണ്? Are the honors, glitter, and the limelights of this world that important to you? ഈ ലോകത്തിന്റെ തിളക്കവും അതുപോലെ പ്രഭയും ഒക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണോ? Do they sway you away from standing up for the Lord? കർത്താവിന് വേണ്ടി നിൽക്കുന്നതിൽ നിന്ന് നമ്മളെ അവ മാറ്റിക്കളയുന്നുണ്ടോ? The one who did not spare his son but delivered him up us for us all. തന്റെ പുത്രനെ നൽകിക്കൊണ്ട് നമ്മളെ വീണ്ടെടുത്ത ദൈവം. Can we not stand up for him, no matter what the cost would be? വില എന്തു തന്നെയായാലും, കൊടുക്കേണ്ട വില എന്തു തന്നെയായാലും അവന് വേണ്ടി നിൽക്കാൻ നമുക്ക് കഴിയുകയില്ലേ? Is Christ not worth that much to you? അത്രയ്ക്കും വിലയുള്ളവനല്ലേ കർത്താവ് നിങ്ങളെ സംബന്ധിച്ച്? Where do you stand? നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? Do we just go through the motion of the meetings and studies, and puff up our knowledge, and then continue slipping into a compromised state of our faith? നമ്മള് നേടുന്ന ജ്ഞാനത്തിന്റെയൊക്കെ വെളിച്ചത്തില് നമ്മൾ ഈ ലോകത്തോട് ഒരു ഒത്തുതീർപ്പ് വരുത്തി അങ്ങനെ മുന്നോട്ട് പോകുന്നവരാണോ? If we remain true to our faith and stand with the Lord, can you imagine the impact you can have in your neighborhood, in your church, in your city, and that you become agents of peace for your family, your neighborhood, and your city? ഒത്തുതീർപ്പിന് ചെയ്യുന്നതിന് പകരം ദൈവത്തിന്റെ വിശ്വസ്ത സാക്ഷികളായിട്ട് നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്നാൽ നിങ്ങൾ അവിടെ ചെലുത്താൻ പോകുന്ന സ്വാധീനത്തെ കുറിച്ച്, നിങ്ങളുടെ ചുറ്റുപാടിലും ഭവനത്തിലും സമൂഹത്തിലും ഒക്കെ വരുത്താൻ പോകുന്ന വ്യതിയാനത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ലേ? May God continue to speak to us through what we discussed, knowing that compromises expose our fallenness, but it is also an opportunity to see God's faithfulness for us. വചന പഠനം കാരണം നമ്മുടെ ഒത്തുതീർപ്പും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ കാണുകയും അതേസമയം തന്നെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും ദൈവത്തിന്റെ വിശ്വസ്തത ദർശിക്കുകയും ചെയ്യാനായിട്ട് കഴിയുമോ? May God bless us, continue to bless us through his words. ഈ വചനങ്ങളിലൂടെ ദൈവം തുടർന്നും നമ്മളെ അനുഗ്രഹിക്കട്ടെ.